അങ്ങേക്ക് അറിയുന്നത് പോലെ ശരിക്കും ഈ വിമാനം 625 അടി മാത്രമേ ഉയർന്നു പൊങ്ങിയുള്ളൂ. അതിനിടയിൽ തന്നെ തകർന്നു വീഴുകയായിരുന്നു. അതുപോലെ 200 അടിയിലൊക്കെ തന്നെ ഈ വീലുകളിനുള്ളിലേക്ക് കയറുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഈ കാര്യത്തിൽ നടന്നില്ല എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതാണ് നേരത്തെ പറഞ്ഞത്. അവർ ബൈ ചാൻസ് അവര് ഗിയർ ലിവറിന്റെ പേരും ഫ്ലാപ്പ് എടുത്തോന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ അത് പറയുന്നില്ല അതിന് പറ്റും, പക്ഷെ അങ്ങനെ പറ്റാറുണ്ട്. നമ്മുടെ എയർലൈൻസിൽ ഇതുവരെ പറ്റിയിട്ടില്ല, പക്ഷെ അങ്ങനത്തെ വേറെ എയർലൈൻസിൽ ഇങ്ങനത്തെ ഒരു പറ്റിയിട്ടുണ്ട്. പക്ഷെ ദാറ്റ്സ് ഓൺലി റീസൺ. അല്ലെങ്കിൽ പിന്നെ ഡ്യൂവൽ എഞ്ചിൻ ഫെയിലിയർ അല്ലെങ്കിൽ സെൻസർ ഫെയിലിയർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. കാരണം ഒരു എഞ്ചിൻ വെച്ച് ഈ ഫ്ലൈറ്റ് എവിടെയെങ്കിലും നമുക്ക് എവിടെയെങ്കിലും നമുക്ക് ലാൻഡ് ചെയ്യാം, സേഫ്ലി ലാൻഡ് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ലാതെ. പക്ഷെ ഇത് വന്നിട്ട് 2 എഞ്ചിനും സൈമൾട്ടേനിയസ്ലി പവർ ലോസ് ആയി. അത് ആ റീസൺ എൻക്വയറി തന്നെ നമുക്ക് അത് കിട്ടത്തില്ല കംപ്ലീറ്റ്ലി അതിന്റെ എക്സാക്ട് ഡീറ്റെയിൽസ്. മറ്റൊരു കാര്യം, ഈ അഹമ്മദാബാദിലെ ഈ എയർ ട്രാഫിക് കൺട്രോൾ ATC പറയുന്നത് ഏത് വിമാനത്തിൽ നിന്നാണ് ഈ മെസ്സേജ് വന്നത് എന്ന് മനസ്സിലായില്ല എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എങ്ങനെയാണത് ഓപ്പറേറ്റ് ചെയ്യുക? നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ ഏത് ഫ്ലൈറ്റാണ് എന്ന് പറയുമല്ലോ. ഇത് നിങ്ങൾ ചോദിക്കുന്ന ഈ മേഡയുടെ കാര്യമാണ് ചോദിക്കുന്നത്? അതെ 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 അതെ. അത് ഏത് മേഡ് ആകുമ്പോ എനിക്ക് ഈ ഫ്ലൈറ്റ് തന്നെ ആയിരിക്കും. കാരണം വേറെ ഒരു ഫ്ലൈറ്റ് ഇത് മേഡ് എന്ന് വെച്ചാൽ ഇമ്മിനന്റ് ഡേഞ്ചർ, എമർജൻസി പോലും അല്ല, ഇമ്മിനറ്റ് ഡേഞ്ചർ എന്നാണ് അതിന്റെ അർത്ഥം. എമർജൻസി ആണെങ്കിൽ അവർ പറഞ്ഞ പാൻ 3 വർഷം പറഞ്ഞെ. മെയ്ഡ് എന്ന അർത്ഥം ദാറ്റ് ഇസ് ഇമ്മീഡിയറ്റ് ഡേഞ്ചർ. അപ്പൊ ഈ എയർക്രാഫ്റ്റ് മാത്രമേ ഉള്ളായിരുന്നുള്ള ആ സമയത്ത് ഇമ്മീഡിയറ്റ് ഡേഞ്ചർ ആയിട്ട്. വേറെ ഒരു എയർക്രാഫ്റ്റ് ആ വിസിനിറ്റിൽ ഇല്ലല്ലോ. അപ്പൊ ATC അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ? കാരണം ATC അത് കണ്ടുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും. തൊട്ടടുത്ത് തന്നെയാണല്ലോ ഈ അപകടം ഉണ്ടായത്. ആക്ച്വലി യെസ്. അത് വന്നിട്ട് നമുക്ക് വന്നിട്ട് അത് അവർക്ക് അത് റീകൺഫേം ചെയ്യാൻ വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ മേഡെ പറഞ്ഞ മറ്റൊരു എയർക്രാഫ്റ്റ് ആയിരുന്നെങ്കിൽ അവരുടെ റെസ്പോൺസ് അല്ലെങ്കിൽ അവരുടെ ഒരു വിവരം പിന്നെ കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഈ എയർക്രാഫ്റ്റ് മാത്രമല്ല ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസ് പെട്ടതാണ്. അപ്പം ഇവർ തന്നെ കൺഫേം ആയി, ഇവർ തന്നെ മേഡയുടെ ഇത് ചെയ്ത് അത് നമ്മുടെ അതിന്റെ സീവറിലും കിട്ടുക എന്ത് ചെയ്ത് വാട്ട് യു കോൾ ദ ഫൈൻഡിങ്സിൽ ഏത് എയർക്രാഫ്റ്റാണ്. പ്രത്യേകിച്ച് ഈ ജനങ്ങൾ ഇത്രയധികം അധിവസിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ വിമാനം തകർന്നു വീണത്. അതുകൊണ്ട് തന്നെ ഈ ശരിക്കും ആ കോളേജ് ഹോസ്റ്റലിലൊക്കെ ഉള്ള 5 പേരുടെ മരണത്തിനും ഈ ദുരന്തം കാരണമായി. ഒരിക്കലും ഒരു വിമാനത്തിൽ കയറാത്ത ആളുകൾ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഈ വിമാന ദുരന്തത്തിൻ്റെ മറ്റൊരു അപകടം എന്ന് പറയുന്നത്. സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ തന്നെ വിമാനത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കായിരിക്കും ജീവൻ നഷ്ടപ്പെടുക. അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് തോന്നിയത്? അതൊരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് നോക്കുകയാണെങ്കിൽ. അത് കാരണം ടേക്ക് ഓഫ് പാത്തിൽ, ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് പാത്തിൽ തന്നെ ഈ വീടുകളുണ്ട്, പല ബിൽഡിങ്സ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ നോർമൽ ഫ്ലൈറ്റില് ഇതൊക്കെ നല്ല സേഫ്റ്റി ഓൾട്ടിറ്റ്യൂഡ് ആകുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പോകും. ഈ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ്, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടല്ല അത് താഴെ വന്ന. അത് നമുക്ക് കാരണം ഇത് മറ്റേ സിവിൽ ഏവിയേഷൻ നമ്മുടെ എല്ലാം അവർ ഒരു സേഫ്റ്റി ഹൈറ്റ് കൊടുക്കും ഇവിടെ ടേക്ക് ഓഫ് പാത്തിൽ. അതെല്ലാം ക്ലിയർ ചെയ്ത്